അങ്ങനെ ഇത്രയും ദിവസത്തെ സ്പിറ്റി വാലി യാത്രയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു പോകേണ്ട സമയം വന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് കാസയിൽ നിന്ന് മണാലിലേക്ക് പോകുന്ന ഒരു ട്രാവലറിനകത്താണ്. ഒരു ബഡ്ജറ്റ് ബാക്ക് പാക്കർക്ക് എന്താണ് ട്രാവലറിനകത്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കാസ മണാലി ബസ് ഒരാഴ്ചയായിട്ട് ഓടുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് പെർ ഹെഡ് 1500 രൂപ കൊടുത്തിട്ട് ഈ ഒരു ട്രാവലർ മണാലിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കീ മൊണാസ്ട്രിയുടെ താഴെ കൂടെയാണ്. ഒരുപാട് ബുദ്ധ സന്യാസിമാർ റോഡിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. രാവിലത്തെ ഇത്രയും തണുപ്പത്ത് എങ്ങനെ അവർക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ ഏകദേശം രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ ലോസർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വന്നു. കാസയിൽ നിന്ന് മണാലി പോകുന്ന എല്ലാവരും ലോസർ എന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഞാൻ ഒരു ബ്രെഡ് ഓംലേറ്റും ഒരു ചായയും കുടിച്ചു. കുറെ നേരം അവിടെ നിന്ന് വെയിൽ കാഞ്ഞു കേട്ടോ. ഇനിയുള്ള യാത്ര നമ്മൾ കുൻസുംല പാസ് ഇറങ്ങാൻ പോവാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും അപകടം നിറഞ്ഞ വഴികളിലൊന്നാണ് കേട്ടോ ഈ കുൻസുംല എന്ന് പറയുന്നത്. കുൻസുംല ചുരം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു ബുദ്ധക്ഷേത്രമുണ്ട്. ഈ വഴി പോകുന്ന ആരും തന്നെ അവിടെ കയറി പ്രാർത്ഥിക്കാണ്ട് ഈ ഒരു ചുരം ഇറങ്ങി പോകാറായിട്ടില്ല. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു, കുറെ ചുറ്റി നടന്ന് കണ്ടു. നമ്മൾ ഈ പോകുന്ന വഴിയൊക്കെ വർഷത്തിലെ 7 മാസത്തോളം മഞ്ഞിനിടയിലായിരിക്കും കേട്ടോ. നമ്മുടെ യാത്രയിൽ പോകുന്ന വഴിയിൽ മൃഗങ്ങളെ മേയിച്ചു കിടക്കുന്ന ഒരുപാട് ഇടയന്മാരെ കാണാനായിട്ട് പറ്റും. അവർ മേയിച്ചു കിടക്കുന്ന പശുക്കളും ആടുകളും ഇതൊക്കെ പോയതിനു ശേഷം മാത്രമേ നമ്മൾ വണ്ടിയായിട്ട് പോകാറുള്ളൂ കേട്ടോ. ചുരം ഇറങ്ങി കുറെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നമ്മൾ റോഡിലൂടെ അല്ല പോകുന്നത്. വെള്ളമില്ലാത്തൊരു നദി കൂടെയാണ് പിന്നെ ഒരു 19 കിലോമീറ്ററോളം നമ്മുടെ യാത്ര. അതായത് ആ ഒരു നദിയിലെ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മളത് റോഡായിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഈ ഒരു ചുരത്തിൽ കൂടെയുള്ള യാത്രയിൽ നമുക്ക് എപ്പോൾ വേണേലും നല്ല മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്ക് കിട്ടും കേട്ടോ. കാരണം നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അരുവികളൊക്കെ മുറിച്ച് കടന്നിട്ടാണ് നമ്മുടെ യാത്ര. അപ്പൊ മുന്നിൽ പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയാൽ മതി, കിലോമീറ്ററുകൾ നീളുന്ന ബ്ലോക്ക് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 11 മണിക്കൂറോളം എടുത്ത ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വൈകിട്ട് ഞങ്ങൾ മണാലി എത്തി.